ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണത്തിനെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ നല്ല ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ലൊരു പായസം ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട. അപ്പോൾ ഞാനതിന് കുക്കർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 300 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അത് നല്ല പോലെ ഒന്ന് മെറൂൺ കളറായി കിട്ടണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മൂത്ത് കിട്ടണം. തീ ഒരുപാട് കൂട്ടി വയ്ക്കാതെ തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരത്തെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ അപ്പോൾ ഇടാൻ പറ്റിയില്ലായിരുന്നു തിരക്കിനിടയ്ക്ക്. അപ്പോൾ ഇന്നത് ഇടാമെന്ന് വിചാരിച്ചു. ഓണത്തിനിടണമെന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാറ്റി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിന് ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം അടുപ്പിച്ച് തന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പൊടിച്ച് ഇതുപോലെ നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ അതവിടെ തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുക്കറിലാണ് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. തിരക്കുള്ള സമയത്തൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിപ്പ് തണുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പിന് മീതെ ഒരു 1.5 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കണം, അതനുസരിച്ച് ചെയ്യാം. ഒരുപാട് വെള്ളം കുറച്ച് വെച്ചാൽ 2 വിസിലടിക്കുമ്പോൾ പരിപ്പ് വെള്ളം ഒരുപാട് അങ്ങ് വലിച്ചെടുക്കുകയും ചെയ്യും, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതായിട്ട് പറയുന്നത്. അപ്പോൾ 2 വിസിലടിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ്, ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം ഇട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതും ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക, കരിഞ്ഞു പോകരുത്. തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കുറച്ചും വെക്കരുത്, ഒത്തിരി കൂടിയും പോകരുത്. നോർമൽ അളവിൽ വെച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി കശുവണ്ടിയൊക്കെ ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട്, മക്കൾക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് മുന്തിരി പക്ഷേ ഞാൻ കുറച്ചാണ് ഇടുന്നത് കേട്ടോ, അവരെടുത്ത് കളയും. അതുകൊണ്ട് അപ്പോൾ അതും കശുവണ്ടിയും മൂപ്പിച്ചെടുത്ത് ഇനി കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ഓരോന്ന് ചെയ്ത് നമുക്ക് അടുപ്പിച്ച് വെച്ചാൽ എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാനൊക്കെ. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നല്ല തിരക്കല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പായസം വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ്, ഞാൻ കശുവണ്ടിയൊക്കെ വറുത്ത് നെയ്യും അല്ലാതെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം പരിപ്പും ഒരുപോലെ ഉടഞ്ഞ് അങ്ങിതായി പോകരുത്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കടിക്കാനും കിട്ടണം. ആ അളവിനൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റ് ഈ നെയ്ക്കകത്ത് തന്നെ നല്ലപോലെ ഒന്ന് ഈ പരിപ്പ് വഴറ്റിയെടുക്കുക. നെയ്യ് കിടന്നൊന്ന് വഴന്ന് കിട്ടണം. അതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, അത് നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ആദ്യം, മധുരത്തിനനുസരിച്ച് പിന്നെ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ആവശ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ശർക്കരപ്പാനി കിടന്ന ഈ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരണം. ഇപ്പോൾ വീണ്ടും ഇരുന്ന് ശർക്കരപ്പാനി ഞാൻ ഒഴിച്ച് കേട്ടോ, മധുരം കുറവായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, പരിപ്പ് കംപ്ലീറ്റ് അങ്ങ് ഉടച്ച് കളയരുത്. ഉടച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ അത്ര അങ്ങോട്ട് ഒരു വല്ലാഴികയായിരിക്കും നമുക്കത് കഴിക്കാൻ. പക്ഷേ ഇടയ്ക്കൊന്ന് ഈ പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, പരിപ്പ് കടിക്കുന്നതും അതുപോലെ തേങ്ങാക്കൊത്ത്, അതൊക്കെ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒരു 1.5 കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ തേങ്ങാപ്പാലിൽ നിന്ന് നല്ലപോലെ പായസം ഒന്ന് കുറുകി വരണം. നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ 1-ാം പാൽ ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കടലപ്പരിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെട്ടിത്തിളച്ച് വരണം, ഒത്തിരി കുറുകി പോകരുത്. അപ്പോൾ പിന്നെ പായസം തണുത്ത് വരുമ്പോൾ ഒരുപാട് കട്ടിയായി പോകും, കുടിക്കാനൊരു രസം തോന്നത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കണം. തിളച്ച് പാലിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം നമുക്ക്.
അപ്പോൾ അതെന്താണൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, കണ്ടോ, കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണ് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ വീട്ടിനകത്ത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചത്, ചുക്ക് പൊടിയില്ലേ, അത് ഒരു 3/4 ടീസ്പൂണ്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് നമ്മൾ പായസമൊക്കെ വയ്ക്കുമ്പോൾ ആ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു നുള്ളു ഉപ്പ് ചേർക്കാറില്ലേ, അതുപോലെ ഞാൻ ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, അതുപോലെ കശുവണ്ടി, ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനുണ്ടാക്കിയതാണെങ്കിലും താമസിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.